തെരുവുനായ ആക്രമണത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ നീക്കം ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രായോഗികമായി വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ഉത്തരവ് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള 3 അംഗ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. പൊതു ഇടങ്ങൾ തെരുവ് നായ്ക്കൾ കയറുന്നില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം. മാത്രമല്ല അതിനുള്ള ഉത്തരവാദിത്തം മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കായിരിക്കും. മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നിരന്തരം ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതായത് സുരക്ഷാ വേലികളടക്കം കർശനമായി അവിടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം കൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരിച്ച് സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക്, ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം. ഈ നായ്ക്കളെ എവിടെ നിന്നാണോ പിടികൂടുന്നത് അവിടെ തന്നെ തുറന്നു വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരുകൾക്കും ചീഫ് സെക്രട്ടറിമാർക്കുമാണ്. എന്തൊക്കെ നടപടികൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടപ്പിലാക്കി എന്നുള്ള കാര്യം വ്യക്തമാക്കി. അടുത്ത 8 ആഴ്ചക്കകം, അതായത് 2 മാസത്തിനകം തന്നെ ഒരു സത്യവാങ്മൂലം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും സുപ്രീം കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദേശീയ പാതകൾ, പൊതു റോഡുകൾ, മറ്റു പാതകൾ, ഇവിടെയെല്ലാം തന്നെ തെരുവുനായ്ക്കൾ, മൃഗങ്ങൾ, കന്നുകാലികൾ ഉൾപ്പെടെയുള്ളവയെ നീക്കം ചെയ്യണം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അവിടെയും 2 മാസത്തിനകം തന്നെ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നൊരു ഉത്തരവ് തന്നെയാണ്, ഇടക്കാല ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.